നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നോ? അതിനകത്ത് ജാസ്മിനെ പറ്റിയിട്ട് നല്ല കൃത്യമായിട്ട് ശരണ്യ പറയുന്നുണ്ട് യമുനയെടുത്ത്. എന്തായാലും സംഭവം എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഈ ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ അവന് ഉളുപ്പില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ പുറത്ത് വന്ന ഇന്റർവ്യൂവിൽ എന്തെല്ലാം ഡയലോഗാണ് അടിച്ചത്. എന്നിട്ട് അതിനകത്ത് ചെന്നിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ടോ? എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. എന്തായാലും ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ഇതിനൊന്നും പ്രശ്നമില്ലായിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം. എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യമേ ശരണ്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഡാമേജ് ആവുന്ന ആളാരാന്നറിയോ? മുല്ല. അതിനൊന്നും മനസ്സിലാവുന്നില്ലേ? ഫാമിലിന്ന് പേരൻസ് വന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പൊ എത്ര ലൈഫാ. ഫാമിലിയിൽ നിന്ന് വന്ന എല്ലാവരും പറഞ്ഞു കൊടുത്തു, എന്നിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. ഏറ്റവും കൂടുതൽ ഡാമേജ് ആവുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ മുല്ലയുടെയാണെന്ന്. മുല്ലപ്പൂവിൻ്റെ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് സംഭവിക്കുന്നതെന്ന്. അത് മാത്രമല്ല, അത് അവസാനം ഒരു പോയിന്റും കൂടെ പറയുന്നത് എത്ര ലൈഫാണെന്ന്. അതായത് എത്ര പേരുടെ ലൈഫാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ശരണ്യ ഉദ്ദേശിച്ചത്. ഇതിപ്പം നമ്മളെല്ലാവരും വന്നിരുന്ന് വീഡിയോയ്ക്കകത്ത് പറയുന്നത്, ഇപ്പം പ്രത്യേകിച്ച് എല്ലാ യൂട്യൂബേഴ്സും പറയണതാണ് ഇവർക്ക് എല്ലാവർക്കും പ്രശ്നം. പ്രത്യേകിച്ച് ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയണത്, കാര്യം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ഉണ്ടാക്കുന്നത്, നമ്മൾ പറയുന്നതെല്ലാം വെറും മണ്ടത്തരമാണ് എന്നും കരുതിയിരിക്കുന്ന കുറേ വിവരം കെട്ട കുറേ നാറികളുണ്ടല്ലോ, ജാസ്മിൻ ഫാൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവന്മാർക്ക് ഇതിനൊന്നും ആൻസർ ഇല്ല. ഇവന്മാർ ഇതിനെല്ലാം ന്യായീകരിക്കുവാണ്. ശരണ്യ യമുനയും കൂടി ഈ ഒരു കാര്യം വീണ്ടും എടുത്ത് പറയാനായിട്ട് അതിനകത്ത് വേറൊരു റീസണും കൂടി ഉണ്ട്. കാര്യം അവർ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവരുടെ കാര്യമാണ് ചോദിക്കുന്നത്. കാര്യം അവർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. അവസാനം ശരണ്യൊക്കെ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞത് ദൈവത്തെ ഓർത്ത് ഈ ഒരു കാര്യം ചോദിക്കരുതേ എന്ന് പറഞ്ഞത്. കാര്യം അവരുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അവരെ പറ്റിയിട്ടല്ലാതെ ഇവരെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ശരണ്യ പറയുന്നുണ്ടായിരുന്നു. ഇവനെ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. എന്തായാലും വാക്കിയോടെ കേട്ട് നോക്കാം. ഭയങ്കര ചീപ്പ്. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഉച്ച കഴിഞ്ഞ ഒരു ഈവനിങ് ആയപ്പം വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നു, എന്റെ തോളത്ത് കിടക്കുന്നു, ഞാൻ കണ്ടു. വീണ്ടും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, തോളത്ത് കിടക്കുന്നത്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, അതായത് ഗബ്രി എന്ന് പറയുന്ന ഒരാൾ പുറത്തോട്ട് ചെന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ടും അവൻ വീണ്ടും ഇതുപോലൊക്കെ കാണിക്കുന്നത് വെറും ചീപ്പായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണത്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ എന്തോന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, ഗബ്രി ഇന്നലെ ജാസ്മിൻ്റെ അടുത്തിരുന്ന് പറയുന്ന ഒരു ഡയലോഗാണ്, നീ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നു. അതിനുശേഷം കുറേ പൊസസീവ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ മാറി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു, നീ അന്നേരം വേറെ ആൾക്കാരോടെ പോയി ഇരിക്കുമായിരുന്നു. അത് കേട്ട് കുറേ ജാസ്മിൻ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു, ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തരങ്ങൾ പറയുന്നു, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എന്തൊരു ഡ്രാമയാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴും കണ്ട് മനസ്സിലാക്കാനും ഒരു ആൾക്കാരില്ലെന്ന് പറയുമ്പോഴേ. കാര്യം ഇവളുടെ സപ്പോർട്ടേഴ്സിന് സത്യം പറഞ്ഞാൽ ബ്ലൈൻഡ് ഫാൻസ് ആണ്. ഇവർക്കൊന്നും ഒരു മൂളയില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വിഷയങ്ങൾ നടന്ന് എന്തെല്ലാം ഇവിടെ പറയണ്ട ഈ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞ് അതിനുശേഷവും ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഗബ്രി എന്തായാലും സമ്മതിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ലോകം ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാലും അവൻ ഒരു വിഷയമല്ല. അവനും ഈ പറയുന്ന ജാസ്മിനും സത്യം പറഞ്ഞ പ്രേമമാണെന്ന് ഏത് പൊട്ടന്മാർക്കും അത് മനസ്സിലാകും. എന്തായാലും ഗബ്രി സമ്മതിക്കണം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അല്ല വാക്കിയുടെ കണ്ടുപോകാം. അറിഞ്ഞു, അതെല്ലാം അവൻ ഡിസ്റ്റൻസ് വെച്ചോണ്ട് ഇപ്പൊ നടക്കുന്നേ. അല്ലെങ്കിൽ ഇവരിങ്ങനെയാണോ നടക്കുന്നേ? അതുകൊണ്ടാണ് ഇവർ ഇച്ചിനിയെങ്കിലും ഡിസ്റ്റൻസ് വെച്ച് നടക്കുന്നേ. അല്ലെങ്കിൽ അടയും പീരയും ചക്കയായിരുന്നു. അവൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന്റെ പേരിലെ ശകലമെങ്കിലും ഡിസ്റ്റൻസ് കാണിക്കുന്നതാണ്. അവൻ ആദ്യം വന്നപ്പോൾ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഓരോ ദിവസം കഴിയും തോറും ഡിസ്റ്റൻസ് വെക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓരോ ആൾക്കാരും ഒബ്സർവ് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടോ? ഓരോ കണ്ടസ്റ്റൻസും പ്രത്യേകിച്ച് യമുന സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെ അടുത്തിരുത്തി പിടിച്ച് സംസാരിച്ചതാണ്. എന്നിട്ടും വല്ല മാറ്റവും ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിനകത്തോട്ട് വലിയ മാറ്റം വരുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കണ്ട. എന്തായാലും ബാക്കിയോടെ കാണാം. കാണുന്നത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ അല്ലേ? ഇത് എന്താണ് ആരുടെയും ലൈഫൊന്നും സ്പോയിൽ ചെയ്യരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ആരുടെ ലൈഫ് ഒന്നും സ്പോയിൽ ചെയ്തതാണ്. കറക്റ്റ് അല്ലേ? കാര്യം ആ ഷോയ്ക്കകത്തോട്ട് ചെന്ന് കയറിയിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്തുമാത്രം ബാധിച്ച്, അപ്പം ഞാൻ പറയാതെ തന്നെ ആളെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലേ. ആ ആളുടെ ലൈഫിൽ ഒരുപാട് ഈ ഒരു വിഷയം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി പുറത്തിറങ്ങിയിട്ട് ഇനി വീണ്ടും ഇതെല്ലാം അവൻ ഫേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് പോരാത്തതിന് അവരിപ്പോൾ ഷോയിൽ ഈ അഫ്സലിൻ്റെ പേര് പോലും കട്ട് ചെയ്യാതാണ് അവർ വിടുന്നത്.
അപ്പം അത് സത്യം ഓരോ കമൻസൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അഫ്സൽ കാക്ക എങ്ങോട്ട് പോയി, അഫ്സൽ കാക്ക ഇതൊക്കെ കണ്ട് എങ്ങനെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻസ് വരുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്കൊന്നും ഇതിനൊന്നും ആൻസർ ഇല്ല. കാര്യം നമ്മളൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ കമൻറ്റ് ചെയ്യുന്നവർക്കും ഉണ്ട് കേട്ടോ കുറ്റം. ഇന്നലെ ഒരു ചേച്ചി ഒന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ കമൻറ്റ് ചെയ്യുന്നവർക്കൊന്നും വീട്ടിൽ ആരും ഇല്ലേ, എന്തിനു നാണമുണ്ട് മാനമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാനും അത് സപ്പോർട്ട് ചെയ്യാനും വേണം ഒരു കഴിവ് കേട്ടോ. അതെന്തായാലും ഭയങ്കര, അത് ആരും കാണാതെ പോകരുത്. ഇനി വേറെ കുറച്ച് സംഭവങ്ങളും കൂടെ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തൊരു ടെഡി ബിയർ ഉണ്ടല്ലോ, അതായത് പണ്ട് അഫ്സൽ മേടിച്ചു കൊടുത്തൊരു ടെഡി ബിയർ, ഭയങ്കര വിവാദമായ ഒരു സംഭവമാണ് ആ ഒരു ടെഡി ബിയറിൻ്റെ കാര്യം. എന്തായാലും ആ ടെഡി ബിയർ എടുത്ത് വെച്ചിട്ട് ഗബ്രി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം. ടെഡി ബിയറിനെയൊക്കെ എവിക്റ്റ് ചെയ്ത് കളയാനുള്ള സമയമായെന്ന് ഗബ്രി പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്ന് ഏത് പൊട്ടനെ മനസ്സിലാവും. ഓക്കെ, ഇവളുടെ ഫാൻസിന് മനസ്സിലാവത്തില്ല, പക്ഷേ ഗബ്രി ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുക്കുവാണ്. കാര്യം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരിക്കലും ഓപ്പണായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുക്കാം. അതാണ് ഗബ്രി ചെയ്തൊരു കാര്യം. എന്തായാലും നീ അത്ര വിഷമിച്ച് എവിക്റ്റ് ചെയ്യൊന്നും വേണ്ട. എന്തായാലും അഫ്സലിൻ്റെ കാര്യത്തിൽ ഓൾറെഡി തന്നെ അത് തീരുമാനമായ കേസാണ്. ഇനി റിലേഷൻ വേണ്ടെന്ന് തന്നെ അഫ്സൽ തന്നെ വന്ന് വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. എന്തെല്ലാം മാർഗത്തിലാണ് ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് നോക്കുന്നതെന്നേ. വേറൊരു കോമഡിയും കൂടെ ഉണ്ടേ, റസ്മിൻ നേരെ ഓപ്പോസിറ്റാണ് വന്നെല്ലാം സംസാരിക്കുന്നത്. ഉള്ള കാര്യം പറയാം, ഈ സീസണിൽ ഇതുപോലൊരു വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് വേറെ ഇല്ല ഈ റസ്മിനെ സംബന്ധിച്ച്. എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തി കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്. വീണ്ടും എന്താ പറയുക, വീണ്ടും കുഴി തോണ്ടി കൊടുക്കുവാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റസ്മിൻ പറയുന്നതാണോ സത്യം, അതോ ഇനി ഗബ്രി പറയുന്നതാണോ സത്യം, എല്ലാം കൂടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണ് ഈ പറഞ്ഞ മുല്ലപ്പൂ. എന്തായാലും ഇനി വളരെ എന്താ പറയണ്ട, കുറച്ച് മണിക്കൂറോടും കൂടി ബാക്കിയുള്ളൂ. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അർജുൻ അല്ലെങ്കിൽ ജിൻഡോ, അതാവാനാണ് ചാൻസ്. എന്തായാലും രണ്ടുപേരുടെ വോട്ടിങ് ഭയങ്കര കട്ടയ്ക്ക് നിൽക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ളത് ജിൻഡോ ആണ് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, തുടക്കത്തൊട്ടേ കണ്ടന്റ് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നൊരു വ്യക്തി ജിൻഡോയാണ്. അർജുനൊന്നും ഈ പറയുന്നതിനും വേണ്ടിയുള്ള കണ്ടന്റോ കാര്യങ്ങളോ കൊടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അർജുൻ ഭയങ്കരമായിട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിന്നു. അർജുൻ്റേതായിട്ടുള്ള ഒരു രീതിയിലോട്ടാണ് ഗെയിമിന് പോയത്. വളരെ അഗ്രഷനൊന്നും ഇല്ലാത്ത വളരെ കൂളായിട്ട് ഒക്കെ നിന്നു. പക്ഷേ ഒരു ബിഗ് ബോസിനെ സംബന്ധിച്ച് വേണ്ട കുറച്ച് കാര്യങ്ങൾ അതല്ലാതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ കിടന്ന് ബഹളം വെക്കുകയോ അടിയുണ്ടാക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും ഈ പറയുന്ന ജിൻഡോ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അത്യാവശ്യം ബിഗ് ബോസിന് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി. പക്ഷെ അതുപോലും ഈ പറയുന്ന അർജുൻ്റെ ഭാഗത്തു നിന്ന് അത്ര ഉണ്ടായിട്ടില്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഭിഷേക് അത്യാവശ്യം കയറി വന്നായിരുന്നു. തുടക്കം വലിയ ഫെയർ ഇല്ലായിരുന്നെങ്കിലും പതുക്കെ അഭിഷേക് പിന്നെ ആക്റ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിഷേക് 4th പൊസിഷനിലോട്ടൊക്കെ പോകുമെന്ന് പറയാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അഭിഷേകിനെക്കാട്ടി ഫാൻസ് ഉണ്ടോ ഈ പറഞ്ഞ ജാസ്മിന്? എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് എന്താണെന്ന്. പിന്നെ അതേപോലെ ഋഷി 5ാമത്, ഏറ്റവും ലാസ്റ്റിൽ ഋഷിയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു സീസണിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ഒന്നുമില്ല. കാര്യം കഴിഞ്ഞ സീസണിലൊക്കെ പകുതി എത്തുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കുമെന്ന്. പക്ഷേ ഈ ഒരു സീസണിൽ ഫിനാലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സീസൺ ഇതായിരിക്കും. ആര് ജയിക്കും ആര് തോക്കുമെന്ന്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി കുറച്ച് മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.